ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സിയോക്കിനെയാണ്. അവൻ സ്കൂളിലേക്ക് വരുന്നത് തന്നെ അല്പം മുടന്തിയിട്ടായിരിക്കും. ഇന്നലത്തെ അടിയുടെ എഫക്റ്റ് ആയിരിക്കും. എല്ലാവരും അവനെ തന്നെ നോക്കാൻ തുടങ്ങും. ഡാ, കേട്ടൊക്കെ സത്യമാണോ? എന്ത്? നീയും യാങ്സുവും സിയോണും കുറച്ച് ഗുണ്ടകളെ പോലീസിന് പിടിച്ചു കൊടുത്തതെന്ന്? ആ ബെറ്റിംഗ് സൈറ്റ് നടത്തുന്നവനല്ലേ? അതെ. അപ്പോൾ തന്നെ അവർക്ക് ആശ്വാസമാവും. എൻ്റെ ഫ്രണ്ട് കുറേ മില്യൺ വോൺ ആ സൈറ്റിലൂടെ നഷ്ടപ്പെടുത്തിയിരുന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ചോദിക്കാൻ തുടങ്ങും. ശേഷം അവർ 3 പേരും ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനായി ഇരിക്കും. യാങ്സുവിൻ്റെ തീറ്റ കണ്ട് നീ ഇത് മുഴുവൻ തിന്നു തീർക്കുമോ? പിന്നല്ല. ഇത് കഴിഞ്ഞ് സ്നാക്സ് ബാറിലേക്ക് പോകുന്നുണ്ട്. സിയോക്ക്: അതെ, നമുക്ക് ഒരുമിച്ച് പോവാം. എൻ്റെ ചിലവ്. അതൊന്നും വേണ്ട, ഇന്ന് എൻ്റെ ചിലവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ. സിയോക്ക്: നിങ്ങൾ ഈ വീക്കെൻഡ് ഫ്രീ ആണോ? ഞാനൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടുവച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ യാങ്സു പോകാമെന്ന് പറയും. സിയൂൺ: ഇങ്ങനെ ഇരുന്ന് തിന്നുമ്പോഴും എങ്ങനെയാടാ അടുത്ത ഭക്ഷണം ഏതെന്ന് ചിന്തിക്കാൻ പറ്റുന്നത്? അതിപ്പോൾ ജീവിക്കുമ്പോൾ നീ ജീവിതത്തെപ്പറ്റി പറയാറില്ലേ? അതുപോലെ തന്നെ. ലിയൂണിൻ്റെ പാർട്ട് ടൈം ജോലിയുടെ കാര്യം എന്തായി? അവൾക്ക് ഈ വീക്കെൻഡിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എന്തായാലും കിട്ടും. സിയോക്ക്: ആരാണ് ഈ ലിയൂൺ? മറ്റേ തിണ്ടിയുടെ തലക്കിട്ട് കൊടുത്തില്ലേ, അവൾ തന്നെ. അവളിപ്പോൾ യാങ്സുവിൻ്റെ കൂടെ താമസം. അവൻ കിടക്കുന്ന ഹോസ്പിറ്റലിലാണ് കിടത്തം. അവിടെ ഒരു ഒഴിഞ്ഞ ബെഡിൽ. ശേഷം സിയോക്ക് കണ്ണാടിയിലൊക്കെ നോക്കി ഒരുങ്ങി കുറച്ച് പൈസ എടുത്ത് പോക്കറ്റിലിടും. എന്നിട്ട് യാങ്സുവിൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കി അതിൽ അവൻ ആരൊക്കെയാണ് ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് നോക്കും. അതിൽ ലിയോൺ ഉള്ളതായി കാണും. യാങ്സുവിൻ്റെ കൂടെയുള്ള സെൽഫിയൊക്കെ അവൾ പോസ്റ്റ് ചെയ്തതായി അവൻ കാണും. അതുപോലെ അവൻ്റെ അമ്മൂമ്മയുടെ കൂടെയുള്ള പിക്കും ഒക്കെ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവന് എന്തോ ഒരു വിഷമമുള്ളതായി ഒക്കെ തോന്നും. ശേഷം സിയൂൺ അവൻ്റെ അമ്മയുടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും ഉള്ളത്. അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പോൾ നല്ല തിരക്കിലാണ്. ഹൈസ്കൂൾ കഴിഞ്ഞാൽ എന്താ പ്ലാൻ? അറിയില്ല. അപ്പോൾ സമയമെടുത്ത് ആലോചിച്ചാൽ മതി. എനിക്ക് നിന്നെപ്പറ്റി ഓർത്ത് പേടിയില്ല, കാരണം നിനക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ സമയം ഒരു കോൾ വരുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. ശേഷം യാങ്സുവും ലിയൂണും സിയോക്കും ഒരുമിച്ചുണ്ട്. ലിയൂൺ: നിൻ്റെ ബർത്ത്ഡേക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു ഡിന്നർ കഴിക്കാം, അല്ലാതെന്ത്? എന്നാലും നിൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ? സിയോക്ക്: നിൻ്റെ ബർത്ത്ഡേ ആണോ? ആ, അടുത്ത ശനിയാഴ്ചയാണെന്ന് പറയും. അങ്ങനെ ഒരു കഫേയിലെത്തി. സിയോക്ക്: നിനക്കെന്താ കുടിക്കാൻ വേണ്ടി? ഒരു അമേരിക്കാനോ എടുത്തോളൂ. ലിയൂണും ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് നമുക്കവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് യാങ്സുവുമായി അവൾ പോകും. കുറച്ച് കഴിഞ്ഞ് അവിടേക്ക് സിയൂണും വരും. ആ സമയത്ത് ഇവനെന്തോ അവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ കുറേ നേരം അവരെ തന്നെ നോക്കി നിൽക്കും. പെട്ടെന്ന് യാങ്സു: ഡാ സിയോക്കെ, എന്താടാന്ന് ചോദിക്കും. ശേഷം ഒരു കരോക്കെ റൂമിൽ നിന്ന് യാങ്സുവും ലിയൂണും പാടാൻ തുടങ്ങും. ഇതും കണ്ട് കിളി പോയിരിക്കുകയായിരിക്കും സിയോക്കും സിയൂണും. യാങ്സു ലിയൂണുമായി കൂടുതൽ അടുക്കുന്നത് സിയോക്കിന് അത്ര പിടിക്കുന്നുണ്ടാവില്ല. സിയൂണിനോട് ഡ്രിങ്ക്സ് വേണമെന്ന് ചോദിച്ച് അതെടുക്കാൻ പുറത്തേക്ക് പോകും. ആ നേരം അവൻ്റെ കുറച്ച് പരിചയക്കാർ വന്ന് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പിടികൊടുക്കാതെ പോകുന്നു. അവൻ വേറൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. തിരിച്ചു വന്ന സിയോക്കിനോട് ലിയൂൺ: നിന്റെ കൂട്ടുകാരെ കുറേ നേരം ഇതിൽ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കും. അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനത് പെട്ടെന്ന് കട്ട് ചെയ്ത് നിനക്കെന്താ വട്ടാണോ, എനിക്ക് വന്ന കോളെന്തിനാ നീ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. യാങ്സു: എന്താടാ പ്രശ്നം? ലിയൂൺ: നീ എന്നെ തല്ലാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ, മിണ്ടാതിരിക്കടിയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാകുമ്പോഴേക്കും യാങ്സു അവരെ പിടിച്ചു മാറ്റും. നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ലിയൂൺ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ യാങ്സുവും കൂടെ പോകും. തന്നേക്കാൾ അവന് വലുത് അവളെയാണെന്ന് അവന് തോന്നി തുടങ്ങും. സിയൂൺ: നീ ഓക്കെ ആണോ? ആ, ഓക്കെ ആണെന്ന് പറയും. അപ്പോഴാണ് ആ പയ്യന്മാർ അവനെ കണ്ടുപിടിക്കുന്നത്. കുറേ ആയാലും കണ്ടിട്ട് ഒരുപാട് മിസ് ചെയ്തു. സിയൂൺ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സിയോക്കിൻ്റെ പഴയ ഫ്രണ്ട്സാണ്. കുറേ ആയില്ലേ കണ്ടിട്ട്, ഞങ്ങൾക്കൊന്ന് ഇവരോട് സംസാരിക്കണം. അപ്പോൾ അതിന് പോയിട്ട് പിന്നെ വാ എന്ന് പറയും സിയൂൺ. ഓക്കെ, പിന്നെ കാണാം. വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. ആരാ അത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയും. അതിനുശേഷം ക്ലാസ് റൂമിൽ സിയോക്ക് ഉറങ്ങിയിരിക്കും. ക്ലാസ്സിലെ ശബ്ദം കാരണം ഡിസ്റ്റർബൻസായി മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ് ഒച്ച വെക്കും. മറ്റവൻ്റെ പുച്ഛം കാണുമ്പോൾ എന്താടാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് ചൂടാവാൻ തുടങ്ങും. സിയൂൺ: എന്താടാ പറ്റിയേ? അപ്പം മറ്റവൻ സിയൂണിൻ്റെ കൂടെയും യാങ്സുവിൻ്റെ കൂടെ കൂടിയത് മുതൽ നല്ല അഹങ്കാരമായിട്ടുണ്ടെന്ന് പിറുപിറുക്കും. ഇത് കേട്ട് വീണ്ടും ദേഷ്യപ്പെടും. അപ്പോൾ യാങ്സു അവനെ അവിടുന്ന് കൊണ്ടുപോകും. നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? നീ ഭയങ്കര ക്യൂട്ടല്ലേ, വാ സ്നാക്സ് ബാറിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സിയൂണിനെയും അവൻ വിളിക്കും. പെട്ടെന്ന് സിയോക്ക് കൈ തട്ടി മാറ്റി എൻ്റെ തോളത്ത് കൂടെ കൈയിടരുത് എന്ന് പറയും. ഇവൻ എന്താ പറ്റിയത് എന്ന് സിയൂണിനോട് ചോദിക്കും.
ശേഷം അവനെ മുമ്പത്തെ സ്കൂളിലെ സ്റ്റുഡൻസ് അവനെ ബുള്ളി ചെയ്തത് അവൻ്റെ ഓർമ്മയിലൂടെ പോകാൻ തുടങ്ങും. നേരത്തെ അവനെ അന്വേഷിച്ചു വന്നത് ആ ബുള്ളീസ് ആയിരിക്കും. വീട്ടിലെത്തിയ അവനെ ആ ബുള്ളീസ് വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവനത് സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയാണ്. ശേഷം രാവിലെ സിയൂൺ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കും. ഇപ്പുറത്ത് യാങ് സൂവും ഉണ്ടാവും. ആ സിയോക്കിനെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അവൻ ഫോൺ എടുക്കുന്നില്ല. സിയൂൺ നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോയാലോ? പോകാം എന്ന് പറയും. എന്നിട്ട് യാങ് സു മാർഷൽ ആർട്സ് പഠിച്ച ആളായതുകൊണ്ട് അവനും കുറച്ച് ടെക്നിക്സൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കും. ശേഷം അവർ സിയോക്കിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. വലിയ വീടായിരിക്കും അത്. നിങ്ങളെന്താ ഇവിടെ? നിൻ്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? അതറിയില്ല, അകത്തേക്ക് കയറെന്ന് പറയും. യാങ് സു വലിയ സെറ്റപ്പാണല്ലോ വീട്. നീ മെലിഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം നിൻ്റെ വീടായിരിക്കുമല്ലേ? ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ നിൻ്റെ തടി കുറയും. അവിടെയുള്ള ഫാമിലി ഫോട്ടോ നോക്കി എല്ലാവരും അടിപൊളിയാണെന്ന് പറയുമ്പോൾ അതെൻ്റെ ഫാമിലി അല്ല. അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ എന്നെ പരസ്യമായി ദത്തെടുത്തതാണ്, പബ്ലിക് ഇമേജ് കൂട്ടാൻ. ഇത് കേട്ട് അവർ ഷോക്കാവും. സിയൂൺ അന്ന് നിന്നെ കാണാൻ വന്നവർ ആരായിരുന്നു എന്ന് ചോദിക്കും. അതൊക്കെ അവനെ ബുള്ളി ചെയ്തവന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ മാറിയത്. ഇപ്പോൾ അവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അവരെ ചെന്ന് കാണാനാണ് പറയുന്നത്. യാങ് സു അതിന് നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ പരിപാടി ഇതാണ്. മറ്റൊരാളുമായി അടുക്കാനും പേര് ഉയർത്താനുമാണ് അവർ ഒരാളെ അടിക്കുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സിയൂൺ അവനെ ആശ്വസിപ്പിക്കും. യാങ് സു നീ അവന്മാരെ വിളിക്കുക, അവനെ കൊണ്ട് തന്നെ മാപ്പ് പറയിക്കാം. ശേഷം അവന്മാരെ സിയോക്ക് വിളിക്കും. എന്നിട്ട് അവരുള്ള സ്ഥലത്തേക്ക് പോകും. സിയോക്ക് സോറി പറ എന്ന് പറയും. എന്തേലും തെറ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾ സോറി പറയുന്നത്, നമ്മൾ കൂട്ടുകാരല്ലേ? സിയൂൺ മര്യാദക്ക് സോറി പറയടാന്ന് പറയും. നമുക്കൊന്നുകൂടെ പഴയ പോലെ കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ യാങ് സു അവൻ്റെ ചെവി പിടിച്ച് തിരുമ്മി സോറി പറയാൻ പറയും. അങ്ങനെ സോറി പറയിപ്പിക്കും. സിയോക്കിന് അവനെ തല്ലണമെന്നും പറയും. അങ്ങനെ ഒന്ന് കൊടുക്കും. അപ്പം മറ്റവൻ തിരിച്ചടിക്കും. ദേഷ്യം വന്ന സിയോക്ക് മൈക്കെടുത്ത് അവനെ അടിക്കാൻ നിൽക്കുമ്പോൾ യാങ് സു അത് തടയും. എങ്ങനെയോ അവനെ കൊണ്ടുപോകുന്നു. ഇനി അവനെ വിളിച്ചു പോകരുതെന്ന് സിയൂൺ പറയും. സിയോക്ക് നീ എന്തിനാ എന്നെ എപ്പോഴും പിടിച്ചു വലിക്കുന്നത്? എന്താ ആജ്ഞാപിക്കുകയാണോ? നീ പറയുമ്പോൾ ഞാൻ നിർത്തണോ? നീ പറയുമ്പോൾ നിർത്താൻ ഞാൻ എന്താ നിൻ്റെ അടിമയാണോ? എന്താ നിൻ്റെ പ്രശ്നം? നിന്നെ സഹായിക്കാൻ നോക്കിയതാണോ? അവിടെ വെച്ച് അവർ തമ്മിൽ പ്രശ്നമാകും. എന്നിട്ട് സിയൂൺ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെയാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ആ നേരത്ത് ആ ബുള്ളീസ് അവനെ വീണ്ടും വിളിക്കും. പക്ഷെ അവൻ കോൾ എടുക്കില്ല. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ ക്ലാസ്സിലെ ബുള്ളീസ് അവിടെ ഉണ്ടാകും. യോങ്ബിൻ്റെ ഫ്രണ്ട്സ്. സിയോക്കിനെ പഴയ ബുള്ളീസ് വന്ന് ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവൻ്റെ ക്ലാസ്സിലെ ചെക്കന്മാർ ഇവനെ എനിക്കത്ര പിടിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവർ കൈകാര്യം ചെയ്യും. ഒക്കത്തിനെയും മുട്ടുകുത്തി ഇരുത്തി സിയോക്കിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാത്തിനെയും പൊട്ടിക്കാൻ തുടങ്ങും. എല്ലാവരുടെ അടുത്ത് നിന്നും കാശൊക്കെ അവർ വാങ്ങും. സിയോക്കിനെ നോക്കി കൊല്ലും നിന്നെ ഞാൻ. ഇത് കേട്ട് ദേഷ്യം വന്ന അവൻ ഒരു ചവിട്ട് കൊടുക്കും. മൊത്തത്തിൽ ചവിട്ടി കൂട്ടും. ആ ദേഷ്യമൊക്കെ അവൻ അങ്ങനെ അടിച്ചു തീർക്കും. കഴിഞ്ഞെങ്കിൽ നമുക്ക് വെള്ളമടിക്കാൻ പോകാമെന്ന് പറയും. അങ്ങനെ അവരൊരു പബ്ബിൽ പോയി എൻജോയ് ചെയ്യുന്നു. അവിടെ കയ്യിൽ കാശ് തികയാതെ വരുമ്പോൾ സിയോക്ക് കാശെടുത്ത് വീശും. ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ, എൻ്റെ ചിലവ്. ഇത് കണ്ട് അവർ തന്നെ ഞെട്ടും. എന്നിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് വെള്ളമടി തുടങ്ങും. എന്നിട്ട് ഒരുത്തൻ സിയോക്കെ നിൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്താ? നിന്നെ ഫോട്ടോയിൽ ടാഗ് ചെയ്യാനാ. യാങ് സു പോലും അവനെ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെന്ന് അവൻ ആ സമയം ഓർക്കും. അവിടുന്ന് കുറേ കുടിച്ച് യാങ് സുവിനെ അൺഫോളോ ചെയ്യുന്നു. എന്നിട്ട് അവനെ തല കറങ്ങുന്ന പോലെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.